Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടൊരു അടയാണ്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഇത് ചക്കയാണ്. ചക്ക ഞാൻ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു കപ്പ് ഉണ്ടാവും. അടുത്ത് നമ്മൾ ഇവിടെ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കരയും ഒരു കപ്പ്. അല്ലെങ്കിൽ നമുക്ക് മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇത് ശർക്കര ചീകി വെച്ചിരിക്കുന്നത് അതൊരു കപ്പ്. പിന്നെ ഇത് തേങ്ങ അതൊരു അരക്കപ്പ് വേണം. പിന്നെ ഇത് വന്നിട്ട് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്, അതും ഒരു 2 കപ്പ്. ഇത് ഏലക്കപ്പൊടിയാണ്. ഏലക്ക കുറച്ച് പഞ്ചസാരയായിട്ട് മിക്സിയിൽ അരച്ച പൊടിയാണ്, അതും കുറച്ച് വേണം. പിന്നെ ആവശ്യമുള്ള ഒരു സ്പൂൺ നെയ്യ്. ഇത്രയാണ് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം. ചക്കയുടെ ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചക്ക വന്നിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടില്ല, ആ കൂട്ട് ആ പാത്രത്തിലോട്ട് മാറ്റാം. അതിൻ്റെ കൂടെ ചീകി വെച്ചേക്കുന്ന ശർക്കര, നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ചക്കേൻ്റെ കൂടെ ചേർന്ന് ഈ ശർക്കരയും ഒന്ന് അലിഞ്ഞു വരും. ഈ ചക്ക ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ള ശർക്കരയാണ് യൂസ് ചെയ്തത്. കറുത്ത ശർക്കര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ അകത്ത് അഴുക്കിൻ്റെ അംശം കൂടുതലായിരിക്കും, വെള്ളത്തിൻ്റെ അകത്ത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചീകി ചേർത്തേക്കുന്നു. അപ്പോൾ ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ശർക്കരയും ചക്കയും കൂടി നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി, മണത്തിനാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ഒരു സ്പൂൺ നെയ്യ്. നെയ്യിട്ട് തന്നെ നല്ല മണമായിരിക്കും. ഒരു നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി വെച്ചേക്കുന്ന അരിപ്പൊടി നമുക്ക് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ അരിമാവും ചേർത്ത് നമ്മൾ ഇളക്കി മിശ്രിതം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അട ചെയ്യാനായിട്ട് വാട്ടിയ ഇല ഉണ്ടല്ലോ, ഇല വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വെറുതെ ചൂട് കയറ്റി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാട്ടിയ ഇലേൻ്റെ അകത്ത് കുറച്ച് ഈ മിശ്രിതം, അടയുടെ മിശ്രിതം നടുക്കായിട്ട് വെച്ച് കൊടുക്കും. നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കാം. അടകളെല്ലാം ഇലയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗവിൽ ഓൾറെഡി കുറച്ച് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെച്ചത്. ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഓരോ ഇലകളായിട്ട് ഇറക്കി വെക്കാൻ പോകും. ഇഡ്ഡലി പാത്രത്തിൽ നേരത്തെ വെച്ച അട റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വരെ നമ്മൾ വെച്ചാൽ നമ്മുടെ അട റെഡിയാവും. കണ്ടോ, പൊട്ടാതെ വന്നിട്ടുണ്ട് അട കറക്റ്റായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന ഡിഷിലോട്ട് മാറ്റാം.
ആവി പറക്കുന്ന അട. വൈകുന്നേരം ചൂട് ചായയുടെ കൂടെയോ കട്ടൻ ചായയോ എന്താന്ന് വെച്ചാൽ ചൂടട കഴിക്കാം. നല്ല ആവി പറക്കുന്ന അടയും അതിൻ്റെ ഉള്ളിൽ ചൂട് കട്ടൻ ചായ. നമ്മുടെ ചക്ക അട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസ് എന്നെ അറിയിക്കാൻ വേണം. ഇത് കൊച്ചു പിള്ളേർക്ക് മധുരമൊക്കെ ആയതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.